പുഞ്ചിരി ഗ്രാമത്തിനടുത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു. അവിടുത്തെ രാജാവായിരുന്ന സിംഹം വളരെ ക്രൂരനായിരുന്നു. അവൻ വിശപ്പില്ലെങ്കിലും കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം വേട്ടയാടി കൊന്നൊടുക്കി. ഇത് കാരണം കാട്ടിലെ മൃഗങ്ങളെല്ലാം വലിയ ഭയത്തിലായിരുന്നു. ഒരു ദിവസം മൃഗങ്ങളെല്ലാം ചേർന്ന് സിംഹത്തിന്റെ അടുത്ത് ഒരു അപേക്ഷയുമായി ചെന്നു. രാജാവേ, അങ്ങിങ്ങനെ എല്ലാവരെയും കൊന്നൊടുക്കരുത്. പകരം ഞങ്ങൾ ദിവസവും അങ്ങയുടെ വിശപ്പ് മാറ്റാൻ ഓരോ മൃഗത്തെ വീതം അങ്ങയുടെ ഗുഹയിലേക്ക് അയക്കാം. സിംഹം അത് സമ്മതിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഒരു ചെറിയ മുയലിന്റെ ഊഴമായി. അവന് സിംഹത്തിന്റെ ഇരയാകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൻ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും ഈ ദുഷ്ടൻ സിംഹത്തിൽ നിന്ന് കാടിനെ രക്ഷിക്കണം. അവൻ ഒരു സൂത്രപ്പണി ആലോചിച്ച് മനഃപൂർവ്വം സിംഹത്തിന്റെ അടുത്തെത്താൻ വൈകിപ്പിച്ചു. അവിടെ സിംഹം വിശപ്പ് സഹിക്കാനാവാതെ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. അപ്പോഴാണ് ചെറിയ മുയൽ പതുക്കെ വന്നത്. സിംഹം ഗർജിച്ചു, എന്തുകൊണ്ടാണ് നീ വരാൻ ഇത്രയും വൈകിയത്? നിന്നെപ്പോലെ ഒരു ചെറിയ ജീവിയാണോ എന്റെ വിശപ്പ് മാറ്റുന്നത്? മുയൽ പറഞ്ഞു, രാജാവേ, എന്റെ തെറ്റല്ല. ഞാൻ വരുമ്പോൾ വഴിയിൽ വെച്ച് മറ്റൊരു വലിയ സിംഹം എന്നെ പിടികൂടി. താനാണ് ഈ കാട്ടിലെ യഥാർത്ഥ രാജാവെന്നാണ് അവൻ പറയുന്നത്. ഞാൻ അവനിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ട സിംഹം ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. ഈ കാട്ടിൽ എനിക്ക് മുകളിൽ മറ്റൊരു സിംഹമോ? എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. മുയൽ സിംഹത്തെ കാട്ടിലെ ഒരു ആഴമുള്ള കിണറിന്റെ അടുത്ത് എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, അവൻ ഈ കിണറ്റിനുള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. സിംഹം കിണറ്റിലേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിൽ സ്വന്തം നിഴൽ കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി ദേഷ്യത്തോടെ ഗർജിച്ചു. കിണറ്റിൽ നിന്നും പ്രതിധ്വനി കേട്ടപ്പോൾ സിംഹം ശത്രുവിനെ കൊല്ലാനായി കിണറ്റിലേക്ക് എടുത്തു ചാടി. അങ്ങനെ അവൻ വെള്ളത്തിൽ മുങ്ങി ചത്തു. ബുദ്ധിമാനായ ചെറിയ മുയൽ തൻ്റെ ജീവൻ മാത്രമല്ല, കാട്ടിലെ മുഴുവൻ മൃഗങ്ങളുടെയും ജീവൻ രക്ഷിച്ചു. കുട്ടികളെ, വലിപ്പത്തിലോ ശക്തിയിലോ അല്ല കാര്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബുദ്ധിപൂർവം ചിന്തിച്ചാൽ എത്ര വലിയ ശത്രുവിനെയും തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും.